തിരുവനന്തപുരം പൂവാറിൽ സ്റ്റേഷൻ ചുമതലയുള്ള SIക്കും ASIക്കും വയർലെസ് വഴി അടിയന്തര സ്ഥലം മാറ്റം. ഇന്ന് രാവിലെയാണ് വയർലെസ്സിലൂടെ ഇരുവരെയും സ്ഥലം മാറ്റിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചത്. SI ജോസ്, ASI ബിനു എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ഷഫീദ് റാവുത്തർ ചെയ്യുന്ന വിവരങ്ങൾ. ഷഫീദ്, വയർലെസ്സിലൂടെ സ്ഥലം മാറ്റം അതങ്ങനെയുള്ള സാധാരണയുള്ള കാര്യമാണോ? അതെ, സാധാരണഗതിയിൽ നമുക്കറിയാം ഈ തിരുവനന്തപുരം റൂറൽ നേരത്തെ തന്നെ ഈ മംഗലപുരം പോലീസ് സ്റ്റേഷനൊക്കെ കുപ്രസിദ്ധി ആർജിച്ചതാണ്. പ്രത്യേകിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് സ്റ്റേഷനിലെ സ്വീപ്പർ പോസ്റ്റിലുള്ള ആളെ ഒഴികെ ബാക്കിയെല്ലാ പോലീസുകാരെയും സ്ഥലം മാറ്റുന്നു. മണ്ണ് മാഫിയ ബന്ധമായിരുന്നു അന്ന് സംശയിച്ചിരുന്നത്. സാധാരണഗതിയിൽ അത്തരം സ്ഥലമാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഉത്തരവായിട്ടാണ് ഇറക്കുന്നത്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം റൂറൽ SP വയർലെസ്സിലൂടെ പൂവാർ സ്റ്റേഷനിൽ, അതായത് പൂവാർ സ്റ്റേഷനിലെ SI ജോസ്, അതേപോലെ GSC ആയിട്ടുള്ള ബിനു എന്നിവരെ സ്ഥലം മാറ്റിയതായി വയർലെസ്സിലൂടെ അറിയിച്ചത്. സാധാരണ ഉത്തരവായിട്ടാണ് പുറത്തിറങ്ങാറ്. മാത്രമല്ല അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം പൂവാർ സ്റ്റേഷനിലെ SHO അവധിയിലാണ്. പൂവാർ സ്റ്റേഷന്റെ ചുമതല അത് SI ജോസിനായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ ഈ രീതിയിൽ അടിയന്തരമായി സ്ഥലം മാറ്റിയത് കിളിമാനൂർ സ്റ്റേഷനിലേക്കാണ് മാറ്റിയത്. അതാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിലെ വലിയ ചർച്ച. കാരണം അത്രത്തോളം ഗുരുതരമായ എന്തോ കാര്യം കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം റൂറൽ SPയുടെ നടപടി എന്നുള്ളതാണ് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ പറയുന്ന കാര്യം. ഈ SI ജോസിന് ഒരു വിളിപ്പേരൊക്കെ ഉണ്ട്, അത് നമുക്കിപ്പോൾ ഈ രീതിയിൽ പറയാൻ കഴിയില്ല. പക്ഷേ അത്രത്തോളം ചില പ്രശ്നങ്ങൾ, ഗുരുതര വീഴ്ചകളടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ കണ്ടെത്തൽ. മാത്രമല്ല ഈ മണ്ണ് മാഫിയ ബന്ധം ആരോപണമടക്കം ഇദ്ദേഹം നേരിടുന്നുണ്ട്. ആ മേഖലയിൽ പൂവാർ, പൊഴിയൂർ മേഖലകളിൽ വലിയ തരത്തിൽ മണ്ണ് മാഫിയ ബന്ധം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വയർലെസ്സിലൂടെയുള്ള അസാധാരണ സ്ഥലം മാറ്റം അത് ചർച്ചയാകുന്നത്. ഹഷ്മി, അല്ലെന്ന് പറഞ്ഞാൽ ഒരു അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ടാവില്ലേ വയർലെസ്സിലൂടെ തന്നെ സ്ഥലം മാറ്റം അല്ലേ? ഹഷ്മി, ഉറപ്പായിട്ടും. കാരണം ഈ സ്റ്റേഷന്റെ ചുമതല SHO അവധിയായതിനാൽ സ്റ്റേഷന്റെ ചുമതല SI ജോസിനായിരുന്നു. അങ്ങനെ സ്റ്റേഷൻ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് വയർലെസ്സിലൂടെ അടിയന്തരമായി കിളിമാനൂർ സ്റ്റേഷനിലേക്ക് മാറണമെന്ന് റൂറൽ SP നിർദ്ദേശം നൽകിയത്. അതൊരു അസാധാരണ നടപടിയാണ്. മാത്രമല്ല അത്രത്തോളം ഗുരുതരമായ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ആ നടപടി എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഈ ജോസ് നേരത്തെ തന്നെ പലതരത്തിലുള്ള നടപടികളും നേരിട്ടയാളാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റം സംബന്ധിച്ചിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ സ്റ്റേഷനിലും അദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്ന സ്റ്റേഷനിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല മണ്ണുമാഫിയ ബന്ധം ആരോപണം അത് നേരിടുന്നയാളാണ്, ഗുരുതരമായ ആരോപണം നേരിടുന്നയാളാണ്. സംസ്ഥാന ഇന്റലിജൻസ് അടക്കം പലതരത്തിൽ ഈ മണ്ണുമാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അത് പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻപിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വിചിത്രമാണ് നടപടി. മാത്രവുമല്ല അതിൽ ഏറ്റവും പ്രധാനം 2 പോലീസ് ഉദ്യോഗസ്ഥർ, അതിൽ സ്റ്റേഷൻ ചുമതലയുള്ള SIയും GSIയും ഒരേ സമയം വയർലെസ്സിലൂടെ സ്ഥലം മാറ്റി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഹഷ്മി, ഓക്കെ. ഷഫീദ് റാവുത്തറാണ് വാർത്തകൾ. കേരളത്തിൽ അതിന് മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഷഫീദ് ഒന്ന് പരിശോധിക്കട്ടെ. എന്തായാലും ഈ ഗുണ്ടാ ബന്ധത്തിന് പേരിൽ മംഗലപുരത്ത് പോലീസ് സ്റ്റേഷൻ തന്നെ ഒന്നാകെ ഡിസോൾവ് ചെയ്യുന്ന പരിപാടി നമ്മൾ കണ്ടു. വേറെ ഒരു ഗുണ്ടയുടെ വീട്ടിൽ പോയി മദ്യപാന സൽക്കാരത്തിന് പോകുന്നതിനിടയിൽ റെയ്ഡ് വന്നപ്പോഴേക്കും ഓടി ഗുണ്ടയുടെ ടോയ്ലറ്റിനകത്ത് ഒളിച്ച DYSP നമ്മൾ കണ്ടു. ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരാളാണ്. ഇന്ന് പറയുമ്പോൾ പോലും പോലീസുകാരിൽ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ ഇത്തരക്കാർ. പക്ഷെ ആ ചെറിയ കൂട്ടം പോലീസ് സേനയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.